ഹായ് ഫ്രണ്ട്സ്, കരിയർ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വേക്കൻസിയെ പറ്റിയാണ് പറയാനുള്ളത്. ഏതാണ്ട് 33,000 പോസ്റ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ലെവൽ 1 പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായം 18-നും 36-നും വയസ്സ് മധ്യയാണ്. ഇതിൻ്റെ എൻട്രൻസ് രീതി എന്ന് പറയുന്നത് സാധാരണ ഒരു ടെസ്റ്റ് നടത്തും. ജനറൽ അവയർനെസ്, ജനറൽ മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ് എന്ന ക്വസ്റ്റ്യനുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനോടൊപ്പം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി ഉണ്ടാവും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും വളരെ ടഫായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ഈ ടെസ്റ്റ് നടത്തുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 10ാം ക്ലാസ് വരെ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യനുകൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം ഇതിനകത്തുണ്ട്. ഒന്ന്, പ്രായം 18 വയസ്സ് മുതൽ 36 വയസ്സാണ്. സത്യത്തിൽ ഇത് റെയിൽവേയുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. കോവിഡ് കാരണം അനേകം ഉദ്യോഗാർത്ഥികളുടെ 2-3 വർഷം നഷ്ടപ്പെട്ടു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ ഏജ് 32 വയസ്സ് വരെ എന്നുള്ളതിനെ മാറ്റി 36 വയസ്സാക്കിയിട്ടുണ്ട്. രണ്ടാമത്തത്, എക്സാമിനേഷൻ ഫീസ് 500 രൂപയാണെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരും. അപ്പോൾ റെയിൽവേയുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സാധാരണ റെയിൽവേയുടെ വേക്കൻസി എപ്പോഴും അവരുടെ വിവിധ സോണുകളിലേക്കാണ് വേക്കൻസി വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനുള്ള ലിങ്ക് അവിടെ താഴെ കൊടുത്തിരിക്കാം. ആ ലിങ്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആപ്ലിക്കേഷൻ്റെ രീതിയും എല്ലാം ഇതിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 22 ആണ്. 10ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത. 18-നും 36-നും മധ്യയാണ് പ്രായം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ കൂടിയാണ് സെലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ അപേക്ഷിക്കുക. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പരിചയത്തിലൊക്കെ അനേകം വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഉപരിവിദ്യാഭ്യാസം നടത്താത്ത കുറേയേറെ പേര് കാണില്ലേ? അങ്ങനെയുള്ളവരെ ഒന്ന് തെരഞ്ഞുപിടിച്ച് നമ്മളെല്ലാവരും ഒരു 1-2 പേരിലെങ്കിലും ഈ വിവരം എത്തിക്കുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കപ്പെടാവുന്ന ഒരു സംഭവമായി ഇതിനെ മാറും. തീർച്ചയായും ഈ വീഡിയോ മറ്റുള്ളവരിൽ പരമാവധി ആൾക്കാരിൽ എത്തിക്കുക. അടുത്ത ആഴ്ച വീണ്ടും വേറൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ, ബൈ ബൈ.